നമ്മുടെ സിനിമ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ പ്രിറ്റൻഷ്യസ് ആയിട്ടുള്ള പറഞ്ഞല്ലോ മാസ്ക് വെച്ചിട്ടുള്ള കുറേയേറെ സ്ത്രീകളാണ് അവരവരുടെ പ്രൊഫഷൻ എടുത്തോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഞാനിന്ന് ബ്രിഷനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ആദാമിന്റെ ഭാര്യയിൽ നിന്ന് ഗംഭീര സിനിമ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ആ സിനിമയുടെ ക്ലൈമാക്സ് ഓർക്കുന്നുണ്ടോ? ഫോർത്ത് വാൾ പൊളിച്ചു പോകുന്ന നായികമാരാണ് സിനിമയിൽ. ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഫിലിമാണത്. ആ സിനിമയുടെ ക്ലൈമാക്സ് തന്നെയാണ്. അപ്പോൾ ഈ സിനിമയിൽ വളരെ ബോൾഡായിട്ട് വളരെ ധൈര്യമായിട്ട് ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ? അഡൽസ് ഓൺലി സിനിമ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അനൗൺസ് ചെയ്തിട്ട് മേജർ രവി അപ്പോൾ ഒരു സംവിധായകൻ അമിതാഭ് ബച്ചനെ വെച്ച് പറഞ്ഞിട്ടുള്ള മേജർ രവി ഓഫ്കോഴ്സ്. അതിനൊക്കെ ശേഷം ദിനേശ് പ്രഭാകർ ഓഫ്കോഴ്സ് ഇവിടെ വരാത്ത ആൾക്കാരുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഞങ്ങളൊക്കെ മറ്റു പല പടങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടൊരു സിനിമയുടെ പ്രൊമോഷൻ, അതിനുശേഷം അതിൻ്റെ റിവ്യൂ, അത് കഴിഞ്ഞിട്ട് പ്രസ് മീറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വന്നവിടെ ധൈര്യമായിട്ടിരിക്കുക. ഒരു 10 വർഷം സങ്കല്പിക്കാൻ പറ്റുമോ? ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ പടത്തിൻ്റെ കാര്യം ആയിരുന്നു നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യുന്ന വിഷയമാണെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളൊക്കെ വളരെ ഒരു രീതിയിലും മറ്റു രീതിയിലും നമ്മൾ പ്രിറ്റൻഷ്യസ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു സിനിമ ഉണ്ടാവേണ്ടി വരുന്നത്.